യെസ്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ച സംഭവത്തിലാണ് പ്രതികാര നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ദിഷ്ണ സുരേഷ് ചേരുകയാണ്. ദിഷ്ണ, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമുക്കറിയാം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചു എന്നതുമായി ബന്ധപ്പെട്ടൊരു അനാവശ്യമായ വിവാദം കേരളത്തിൽ സർക്കാർ തന്നെ പടച്ചുവിട്ടത്. അതായത് ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തെ, ഈ രാഷ്ട്രത്തിൻ്റെ തനതായ സങ്കല്പത്തെ, സംസ്കാരത്തെ, അതിനെ മുഴുവൻ വിമർശിക്കുക, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുനയം എന്ന് പറയുന്നത് ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിനെതിരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുവാനുള്ള അവസാനത്തെ ശ്രമമാണല്ലോ ഈ പരമപവിത്രമിതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തോടുള്ള ഈ അസഹിഷ്ണുത. ജിസ്ന, തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശഭക്തി ഗാനങ്ങളോടും ദേശചിഹ്നങ്ങളോടുമുള്ള അസഹിഷ്ണുത ഇപ്പോഴും തുടരുകയാണ് എന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇത് മാറുകയാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ എവിടെയാണ് ഒരു വർഗീയ പരാമർശമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു പരാമർശമോ ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെയാണ്. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ നമുക്ക് പിൻപേ നടന്ന ആളുകളെ പറ്റി, അതായത് രാമകൃഷ്ണനെയും രാമദാസിനെയും ശ്രീനാരായണ ഗുരുവിനെയും പ്രകീർത്തിക്കുന്ന വരികളിൽ എവിടെയാണ് രാഷ്ട്രീയപരമായി ചിത്രീകരിക്കുന്നത് എന്നൊന്ന് നോക്കിക്കാണേണ്ടതുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഇറങ്ങുന്നത്. ഇതിൽ പങ്കെടുത്ത കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാലയത്തിൽ നിന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി ഒരു ഉത്തരവ് നൽകണം എന്നതാണ് ഇത് സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രം കേരളത്തിന് നൽകുന്ന പ്രത്യേക കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പദ്ധതികൾ, അതിൻ്റെ ആനുകൂല്യങ്ങളെ ഒന്നും പറ്റി ഇന്നലെ മുഖ്യമന്ത്രി പരാമർശിച്ചിരുന്നില്ല. മറിച്ച് ഈ ഗാനം ആലപിച്ചതിനെ ചൊല്ലി മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം എന്നതായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത്. കൂടാതെ ഈ വന്ദേ ഭാരതിൻ്റെ നേട്ടങ്ങളോ അത് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്രദമാവുക എന്നതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നില്ല ഗൗതം. മറിച്ച് ഇത്തരത്തിൽ ഗാനം ചൊല്ലി എന്ന് അതൊരു വലിയൊരു വിവാദമാണ് അല്ലെങ്കിൽ അത് വലിയൊരു തെറ്റാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുവാൻ മാത്രമാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഇത്തരത്തിൽ ഭാരതാംബയെ അല്ലെങ്കിൽ ഭാരതമാതാവിനെ പ്രകീർത്തിക്കുമ്പോൾ കൈകൊള്ളുന്നത് ആർക്കാണ് എന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ പ്രധാനമായും ഉയർന്നു വരുന്നത്. ഗവർണറുടെ പരിപാടിയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഭാരതാംബ ചിത്രം വെച്ചു എന്നതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ട്. അതോടൊപ്പം തന്നെ വിവിധ പരിപാടികളിൽ ഇത്തരത്തിൽ ഭാരതാംബയോ അല്ലെങ്കിൽ ഭാരതമാതാവിനെയോ അല്ലെങ്കിൽ ഭാരതം എന്ന സങ്കല്പത്തെ പ്രകീർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുത ആർക്കാണ് ഉയരുന്നത് എന്നും ഇപ്പോഴും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ചിത്രീകരിക്കുവാൻ മാത്രമാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പ്രതികാര നടപടി വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന നാട്ടിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഗാനം, കുട്ടികൾ അവരുടെ സന്തോഷമാണ് പ്രകടിപ്പിച്ചത്. ആ ഗാനത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും ഇടയാവുന്നത് ഗൗതം.